കുബൂസ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. ഇത് വറുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയും ഒരു കേട് കൂടാതെ ഇരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള കുബൂസാണ്. കട്ടി കുറഞ്ഞിട്ടുള്ള കുബൂസ് എടുക്കരുത്, കട്ടിയുള്ള തന്നെ എടുക്കണം. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ചതാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. സ്റ്റവിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സ്റ്റീം ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തണുപ്പണ്ട് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതിനെ അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കണത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എങ്കിലും ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കി എടുക്കണ്ട. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് മുറിക്കണമെങ്കിൽ ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ 2 പീസായിട്ടുണ്ട് വരും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുത്തിട്ട് വറുത്തെടുക്കാം. സ്റ്റവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് വെളിച്ചെണ്ണ തിളച്ചിട്ട് നല്ല പോലെ ചൂടായി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും. പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എങ്കിലേ എല്ലാ ഭാഗവും ഇതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വശം ഒത്തിരി അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണം ഇതിനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. ഒട്ടും ഓയിൽ ഇതിൻ്റെ മേലൊന്നും ഒട്ടും ഓയിൽ കുടിക്കില്ല അത്. അങ്ങനെ അത്രയും നല്ലതിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിതിനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴോ അല്ലാത്തപ്പോഴാണെങ്കിലും കുബൂസൊക്കെ എല്ലാവരും വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലുമൊക്കെ നല്ല കട്ടിയുള്ള കുബൂസും കിട്ടും. അപ്പോൾ കട്ടിയുള്ള കുബൂസ് വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. അപ്പോൾ കുറച്ച് നാൾ നമുക്കിത് ഒരു ബോട്ടിൽ അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനായിട്ട്. ഒട്ടും ഇത് തണുക്കാറില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒട്ടും തണുക്കാത്ത പരുവത്തിന് തന്നെ അങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.